ലോക ഭൂപടത്തിൽ അധികം ആരും ശ്രദ്ധിക്കാത്ത ശാന്തമായ ഒരു തീരനഗരം ടെക്സസിലെ ബ്രൗൺസ്വിൽ. അവിടെ വെച്ച് ആധുനിക ലോകം കണ്ട ഏറ്റവും വലിയ ജിയോ പൊളിറ്റിക്കൽ ചെസ് ഗെയിമിൽ ഭാരതം തങ്ങളുടെ ചെക്ക്മേറ്റ് നീക്കം നടത്തി കഴിഞ്ഞു. ഇത് വെറും ഒരു വാർത്തയല്ല, മറിച്ച് വരും ദശകങ്ങളിൽ ലോകം ആര് ഭരിക്കും എന്ന് നിശ്ചയിക്കുന്ന ഒരു മഹാസംഭവമാണ്. കഴിഞ്ഞ നൂറ്റാണ്ടിനിടയിൽ അമേരിക്കൻ മണ്ണിൽ നിർമ്മിക്കപ്പെടുന്ന ആദ്യത്തെ വമ്പൻ റിഫൈനറി. ആലോചിച്ച് നോക്കൂ, ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായ അമേരിക്ക തങ്ങളുടെ ഊർജ്ജ സുരക്ഷയുടെ താക്കോൽ ഒരു വിദേശ രാജ്യത്തെ ഏൽപ്പിക്കുന്നു. ആ രാജ്യം ചൈനയല്ല, റഷ്യയല്ല, അത് നമ്മുടെ ഭാരതമാണ്. റിലയൻസ് ഇൻഡസ്ട്രീസ് എന്ന ഇന്ത്യൻ കരുത്ത് $300 ബില്യൺ ഏകദേശം 25 ലക്ഷം കോടി രൂപയുടെ കരാറിലൂടെ ലോകത്തിന്റെ ഇന്ധന വിതരണ ശൃംഖലയുടെ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ബീജിംഗിലെ ചൈനീസ് ഭരണകൂടം ഈ വാർത്ത കേട്ട് വിറയ്ക്കുന്നത്? എങ്ങനെയാണ് വെനസ്വേലയിലെ എണ്ണ ശേഖരവും അമേരിക്കയിലെ പെർമിയൻ ബേസിനും തമ്മിൽ മുകേഷ് അംബാനി ഒരു ഡിജിറ്റൽ യുഗത്തിലെ ഊർജ്ജ പാലം പണിതത്? റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങിക്കൊണ്ട് തന്നെ അമേരിക്കയുമായി ഇത്ര വലിയൊരു കരാറിൽ ഒപ്പിടാൻ നരേന്ദ്രമോദി സർക്കാരിന് എങ്ങനെ സാധിച്ചു? ഇന്ന് നമ്മൾ വിശകലനം ചെയ്യുന്നത് ആധുനിക ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നയതന്ത്ര വിജയത്തെക്കുറിച്ചാണ്. ചൈനയെ ഊർജ വിപണിയിൽ നിന്നും പുകച്ചു പുറത്താക്കിക്കൊണ്ട് ലോകത്തിന്റെ ഗതി മാറ്റുന്ന ഭാരതത്തിന്റെ ഈ മാസ്റ്റർ പ്ലാൻ നമുക്ക് വിശദമായി പരിശോധിക്കാം. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അമേരിക്കയുടെ നിലവിലെ അവസ്ഥയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാണെങ്കിലും ഇന്ധന ശുദ്ധീകരണ കാര്യത്തിൽ അമേരിക്ക കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് വലിയ പ്രതിസന്ധിയിലായിരുന്നു. എന്താണ് ഈ പ്രതിസന്ധി? 1970-കൾക്ക് ശേഷം അമേരിക്കയിൽ കാര്യമായി പുതിയ റിഫൈനറികളൊന്നും നിർമ്മിക്കപ്പെട്ടിട്ടില്ല. നിലവിലുള്ള പ്ലാന്റുകളെല്ലാം പഴഞ്ചനാണ്. പരിസ്ഥിതി നിയമങ്ങളും ഉയർന്ന നിർമ്മാണ ചെലവും കാരണം പുതിയ പ്ലാന്റുകൾ തുടങ്ങാനായി അമേരിക്കൻ കമ്പനികൾ മടിച്ചു. എന്നാൽ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ അമേരിക്കയിൽ ഒരു മാറ്റം ഉണ്ടായി. ഷെയിൽ ഗ്യാസ് വിപ്ലവം. അതുവഴി അവർ ലോകത്തിലെ ഏറ്റവും വലിയ ക്രൂഡ് ഓയിൽ ഉൽപാദകരായി മാറി. പക്ഷെ ഇവിടെയാണ് ട്വിസ്റ്റ്. അവരുടെ മണ്ണിൽ നിന്നും ലഭിക്കുന്ന എണ്ണ ലൈറ്റ് ഷെയിൽ ഓയിൽ ആണ്. എന്നാൽ അമേരിക്കയിലെ പഴയ റിഫൈനറികൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് മിഡിൽ ഈസ്റ്റിൽ നിന്നും മറ്റും വരുന്ന ഹെവി ക്രൂഡ് ശുദ്ധീകരിക്കാനാണ്. അതായത് കയ്യിൽ സ്വർണ്ണമുണ്ട്, പക്ഷെ അത് ആഭരണമാക്കാനുള്ള സാങ്കേതിക വിദ്യ അമേരിക്കയുടെ പക്കൽ വളരെ കുറവാണ്. ഇവിടെയാണ് ഭാരതം രക്ഷകനായി അവതരിക്കുന്നത്. ഗുജറാത്തിലെ ജാംനഗറിൽ ലോകത്തിലെ ഏറ്റവും അത്ഭുതകരമായ റിഫൈനറി സമുച്ചയം നിർമ്മിച്ച റിലയൻസിന് ഏതുതരം എണ്ണയും ശുദ്ധീകരിക്കാനുള്ള ലോകോത്തര സാങ്കേതിക വിദ്യയുണ്ട്. ഈ ഇന്ത്യൻ ബ്രെയിൻ ആണ് ഇപ്പോൾ അമേരിക്കൻ മണ്ണിൽ ഇറക്കുമതി ചെയ്യപ്പെടുന്നത്. ഇത് മേക്ക് ഇൻ ഇന്ത്യ എന്ന ഘട്ടം കഴിഞ്ഞ് ഇന്ത്യ മേക്ക് ഫോർ ദി വേൾഡ് എന്ന പദവിയിലേക്ക് ഉയർന്നതിന്റെ തെളിവാണ്. ഈ കരാറിന്റെ വലിപ്പം കേട്ടാൽ ആരും ഒന്ന് ഞെട്ടും. നമ്മൾ സാധാരണ കോടികളെ കുറിച്ച് ഇഷ്ടംപോലെ സംസാരിക്കാറുണ്ട്, പക്ഷെ ഇവിടെ സംസാരിക്കുന്നത് ലക്ഷം കോടികളെ കുറിച്ചാണ്. ഇതിനെ ഒരു ഇന്ധന എക്കോസിസ്റ്റം എന്ന് വിളിക്കാം. ഈ കരാറിന് ഏകദേശം $125 ബില്യൺ മൂല്യമുള്ള 1.2 ബില്യൺ ബാരൽ അമേരിക്കൻ ലൈറ്റ് ഷെയിൽ ഓയിലാണ് റിലയൻസ് കൈകാര്യം ചെയ്യാൻ പോകുന്നത്. പ്രതിവർഷം ദശലക്ഷക്കണക്കിന് ബാരൽ ശുദ്ധീകരിച്ച് ഏകദേശം 50 ബില്യൺ ഗാലൻ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വിപണിയിൽ എത്തിക്കും. ഇതിന്റെ ആകെ വിപണി മൂല്യം $175 ബില്യൺ മുകളിലാണ്. റിഫൈനറി നിർമ്മാണം, പൈപ്പ് ലൈനുകൾ, ഷിപ്പിംഗ്, വിതരണ ശൃംഖല എന്നിവയെല്ലാം ചേർക്കുമ്പോൾ ഇതൊരു $300 ബില്യൺ ബൃഹത്തായ പദ്ധതിയായി മാറുന്നു. ഓർക്കുക, ഒരു ഇന്ത്യൻ കമ്പനി വിദേശ മണ്ണിൽ പോയി ഇത്രയും വലിയൊരു വിപണി പിടിച്ചെടുക്കുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. ഇത് റിലയൻസിന്റെ മാത്രം വിജയമല്ല, മറിച്ച് ഇന്ത്യയുടെ സാമ്പത്തിക നയതന്ത്രത്തിന്റെ വിജയമാണ്. 20 വർഷത്തേക്കാണ് ഈ കരാർ ഉറപ്പിച്ചിരിക്കുന്നത്. അതായത് അടുത്ത 2 പതിറ്റാണ്ട് കാലം ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയുടെ ഊർജ്ജ വിപണിയിലെ പ്രധാന പങ്കാളിയായി ഭാരതം മാറും. ഇനി നമുക്ക് കഥയിലെ ഏറ്റവും ഉദ്വേഗജനകമായ ഭാഗത്തിലേക്ക് വരാം. എന്തുകൊണ്ടാണ് ഈ കരാർ ചൈനയോട് ഉറക്കം കെടുത്തുന്നത്? ഇതിന് ഉത്തരം കിട്ടാൻ നമ്മൾ ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ വെനസ്വേലയിലേക്ക് പോകണം. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ശേഖരമുള്ള രാജ്യമാണ് വെനസ്വേല. പക്ഷെ അവിടുത്തെ എണ്ണ ഹെവി ക്രൂഡ് ആണ്, അതായത് കട്ടിയുള്ളതും ശുദ്ധീകരിക്കാൻ പ്രയാസമുള്ളതും. വർഷങ്ങളോളം ചൈന അവിടെ ആധിപത്യം സ്ഥാപിച്ചു. വെനസ്വേലയുടെ സാമ്പത്തിക തകർച്ച മുതലെടുത്ത് അവർക്ക് പണം കടം കൊടുത്ത് പകരം അവരുടെ എണ്ണ തുച്ഛമായ വിലയ്ക്ക് തട്ടിയെടുക്കുക എന്നതായിരുന്നു ചൈനയുടെ ഡെബിറ്റ് ട്രാപ്പ് പദ്ധതി, അല്ലെങ്കിൽ ഡെബിറ്റ് ട്രാപ്പ് രീതി. ചൈനീസ് കമ്പനികൾ അവിടെ റിഫൈനറികൾ നിർമ്മിക്കുന്നത് വാഗ്ദാനം ചെയ്തു നൽകിയെങ്കിലും അഴിമതിയും സാങ്കേതിക പരിമിതികളും കാരണം പലതും പാതി വഴിയിൽ നിലച്ചു. എന്നാൽ വെനസ്വേലയിൽ രാഷ്ട്രീയ മാറ്റങ്ങൾ ഉണ്ടാവുകയും അമേരിക്കൻ ഉപരോധങ്ങളിൽ ഇളവ് വരികയും ചെയ്തതോടെ ചൈനയുടെ കളി പാളി. വെനസ്വേലിയൻ എണ്ണയുടെ സ്വഭാവം ലോകത്ത് ഏറ്റവും നന്നായി അറിയാവുന്ന കമ്പനികളിൽ ഒന്നാണ് റിലയൻസ്. ജാംനഗറിലെ പ്ലാന്റുകളിൽ അവർ വർഷങ്ങളായി ഇത് പരീക്ഷിച്ച് വിജയിച്ചതാണ്. ചൈനയ്ക്ക് ചെയ്യാൻ കഴിയാത്തത് ചെയ്യാനായി ഇന്ത്യക്ക് സാധിക്കുമെന്ന് ബോധ്യപ്പെട്ടതോടെ അമേരിക്ക ഇന്ത്യയെ മുൻനിർത്തി ഒരു നീക്കം നടത്തി.
ചൈനയെ വെനസ്വേലയിൽ നിന്നും ഔട്ടാക്കി പകരം ഇന്ത്യയെ അവിടെ പ്രതിഷ്ഠിച്ചു. ഇന്ന് ചൈനയ്ക്ക് തങ്ങളുടെ ഇന്ധന സുരക്ഷ ഉറപ്പാക്കാനായി പുതിയ വഴികൾ തേടി അലയേണ്ടി വരുന്നു. ഈ കരാർ ഒരു സ്ട്രാറ്റജിക് ട്രയാങ്കിൾ രൂപപ്പെടുത്തുന്നു. ഇതെങ്ങനെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. പോയിന്റ് 1, വെനസ്വേലയിലെ ഹെവി ക്രൂഡ്. പോയിന്റ് 2, അമേരിക്കയിലെ ലൈറ്റ് ക്രൂഡ്. പോയിന്റ് 3, ഇന്ത്യയുടെ സാങ്കേതിക വിദ്യ. ഈ 2 തരം എണ്ണകളും കൃത്യമായ അനുപാതത്തിൽ മിക്സ് ചെയ്ത് ശുദ്ധീകരിച്ചാൽ ലോകത്തിലെ ഏറ്റവും മികച്ച ക്വാളിറ്റിയുള്ള ഇന്ധനം ലഭിക്കും. അമേരിക്കയിലെ പുതിയ റിഫൈനറിയിൽ ഈ ഇന്ത്യൻ ഫോർമുല ഉപയോഗിക്കുന്നതോടെ ഒരു പുതിയ ആഗോള സപ്ലൈ ചെയിൻ ആണ് രൂപപ്പെടുന്നത്. ഇതിലൂടെ ചൈനയെ പൂർണ്ണമായും ഒരു ലൂപ്പിൽ നിന്നും ഒഴിവാക്കാനായി ഇന്ത്യക്കും സാധിച്ചു. ആധുനിക യുദ്ധങ്ങൾ ഇനി അതിർത്തികളിലല്ല, മറിച്ച് സപ്ലൈ ചെയിനുകളിലാണ് നടക്കുന്നത്. ഈ സത്യം ഇവിടെ തെളിയുകയാണ്. സമുദ്രപാതകളും ഇന്ധന പൈപ്പ് ലൈനുകളും നിയന്ത്രിക്കുന്നവർ ലോകം ഭരിക്കും. ഇന്ന് ആ നിയന്ത്രണം ഇന്ത്യയുടെയും അമേരിക്കയുടെയും കൈകളിലേക്ക് വന്നിരിക്കുകയാണ്. ഇന്ത്യക്ക് ഇത് എങ്ങനെ സാധ്യമായി എന്നത് പല വിദേശ രാജ്യങ്ങളെയും അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. ഒരു വശത്ത് ഇന്ത്യ റഷ്യയിൽ നിന്നും റെക്കോർഡ് അളവിൽ എണ്ണ വാങ്ങുന്നു. അതേസമയം ഉക്രൈൻ യുദ്ധത്തിന്റെ പേരിൽ അമേരിക്കയും യൂറോപ്പും റഷ്യയെ ബഹിഷ്കരിച്ചപ്പോൾ ഇന്ത്യ ഉറച്ച നിലപാടുമെടുത്തു. ഞങ്ങളുടെ രാജ്യത്തിന്റെ ഊർജ്ജ സുരക്ഷയാണ് ഞങ്ങൾക്ക് പ്രധാനം, ഇന്ത്യ ഫസ്റ്റ് എന്ന നയം. എന്നാൽ അതേസമയം തന്നെ അമേരിക്കയുമായി $300 ബില്യൺ ചരിത്രപരമായ കരാറിൽ ഒപ്പിടാനും ഇന്ത്യക്ക് സാധിച്ചു എന്നതും നമ്മൾ ശ്രദ്ധിക്കണം. ഇതാണ് പ്രോ ഇന്ത്യ നയം. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പലപ്പോഴും അന്താരാഷ്ട്ര വേദികളിൽ പറഞ്ഞിട്ടുള്ളതുപോലെ ഇന്ത്യ ഇനി ആരുടെയും പക്ഷം പിടിക്കില്ല, ഇന്ത്യക്ക് ഇന്ത്യയുടെ പക്ഷത്തായിരിക്കും. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വിശ്വസിക്കാൻ കൊള്ളാത്തതും ഏകാധിപത്യ സ്വഭാവമുള്ളതുമായ ചൈനയേക്കാൾ എത്രയോ മുകളിലാണ് ജനാധിപത്യ രാജ്യമായ ഭാരതം. അതുകൊണ്ടാണ് തങ്ങളുടെ തന്ത്രപരമായ എണ്ണശേഖരം കൈകാര്യം ചെയ്യാൻ അവർ ഒരു ഇന്ത്യൻ കമ്പനിയെ തന്നെ തിരഞ്ഞെടുത്തത്. ഇത് മോദി സർക്കാരിന്റെ കാലത്ത് ഇന്ത്യ കൈവരിച്ച ഏറ്റവും വലിയ നയതന്ത്ര വിജയമായി ചരിത്രം രേഖപ്പെടുത്തും. ഈ വിജയഗാഥയിലെ നിശബ്ദനായ നായകനാണ് ഗുജറാത്തി ജാംനഗർ റിഫൈനറി. ലോകത്തിലെ ഏറ്റവും വലിയ സിംഗിൾ ലൊക്കേഷൻ റിഫൈനറിയാണിത്. റിലയൻസിന്റെ ഈ പ്ലാന്റിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ ഇന്ന് ലോകമെമ്പാടും എത്തുന്നുണ്ട്. ഭാരതത്തിലെ എഞ്ചിനീയർമാർ വികസിപ്പിച്ചെടുത്ത സാങ്കേതിക വിദ്യ ഇന്ന് അമേരിക്കൻ മണ്ണിൽ മാറ്റം കൊണ്ടുവരുന്നു. ഇത് ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാവുന്ന കാര്യമാണ്. ചൈനീസ് കമ്പനികൾ വായ്പ നൽകി പാവപ്പെട്ട രാജ്യങ്ങളെ കടക്കണിയിലാക്കുമ്പോൾ ഇന്ത്യ സാങ്കേതിക വിദ്യ നൽകി ആ രാജ്യങ്ങളെയും ആഗോള സമ്പദ് വ്യവസ്ഥയും വളരാൻ സഹായിക്കുന്നു. ഇതാണ് ഭാരതത്തിന്റെ ഈ സങ്കല്പം യാഥാർത്ഥ്യമാക്കുന്നത്. ചൈനയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ പ്രഹരമാണല്ലോ. അവരുടെ വൺ ബെൽറ്റ് വൺ റോഡ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം ലോകത്തിന്റെ ഊർജ്ജ വിതരണം ചൈന വഴിയാക്കുക എന്നതായിരുന്നു. എന്നാൽ ഇന്ത്യയും അമേരിക്കയും ചേർന്നുള്ള ഈ ബ്രൗൺസ്വിൽ സഖ്യം ചൈനയുടെ ആധിപത്യത്തിന് അന്ത്യം കുറിക്കുന്നു. വെനസ്വേലയിലെ എണ്ണ നഷ്ടപ്പെട്ടതും അമേരിക്കൻ വിപണിയിൽ ഇന്ത്യൻ സ്വാധീനം വർദ്ധിച്ചതും ചൈനയുടെ നിർമ്മാണ മേഖലയിലെ ആ ഒരു പ്രതികൂലമായി ബാധിക്കുമെന്നത് തീർച്ചയാണ്. ഇന്ധനവിലയിലെ നിയന്ത്രണം ഇന്ത്യയുടെ കയ്യിലാകുന്നത് വഴി വരും വർഷങ്ങളിൽ ഏഷ്യയിലെ സാമ്പത്തിക വളർച്ചയുടെ കേന്ദ്ര ബിന്ദു ഭാരതമായി മാറും. വരും ദശകങ്ങൾ ഇന്ത്യയുടേതാണെന്ന് ലോകം വിളിച്ചു പറയുന്ന നിമിഷമാണിത്. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടത് ഒരു പുതിയ ലോകക്രമത്തിന്റെ തുടക്കമാണ്. $300 ബില്യൺ ഈ ഒരു കരാർ വെറും ഒരു കച്ചവടമല്ല, അത് ഇന്ത്യയുടെ ശക്തി പ്രകടനമാണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് നേടിയത് എന്ന് നോക്കൂ. ചൈനയെ തന്ത്രപരമായി ഔട്ടാക്കി ഊർജ്ജ വിപണിയിൽ ചൈനയുടെ അപ്രമാദിത്യം തകർത്തു. അതുപോലെ തന്നെ അമേരിക്കയുമായി ദീർഘകാല ബന്ധം, 20 വർഷത്തെ ഊർജ്ജ സുരക്ഷാ പങ്കാളിത്തം നമ്മൾ ഉറപ്പാക്കി. തീർന്നില്ല, നയതന്ത്ര വിജയം വേറെയുണ്ട്. റഷ്യയും അമേരിക്കയും ഒരുപോലെ കൈകാര്യം നമ്മൾ ചെയ്തു. സാങ്കേതിക മികവ്, അതായത് ലോകത്തിലെ ഏറ്റവും മികച്ച റിഫൈനിങ് ടെക്നോളജി ഇന്ത്യയുടേതാണെന്ന് തെളിയിച്ചു. ഭാരതം എന്ന ലോകത്തിന് മുൻപിൽ തലയുയർത്തി നിൽക്കുകയാണ്. ഇത് ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാവുന്ന നിമിഷമാണ്. നമ്മുടെ സാങ്കേതിക വിദ്യയും നമ്മുടെ നയതന്ത്രവും ലോകത്തെ നയിക്കുന്ന കാലം എത്തിക്കഴിഞ്ഞു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇന്ത്യയുടെ ഈ വമ്പൻ നീക്കം ചൈനയെ എങ്ങനെ ബാധിക്കും? അമേരിക്കയുമായിട്ടുള്ള ഈ ഒരു പങ്കാളിത്തം ഇന്ത്യയെ എങ്ങനെ ലോകത്തിന്റെ 3ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാക്കാനായി സഹായിക്കും? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും എത്തുവരെ നന്ദി. ന്യൂസ് ഡെസ്ക് IVN മലയാളം.